പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. അത് സ്റ്റാറ്റസിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും അപ്ഡേറ്റ് എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ സാധാരണ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ആഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ഓപ്ഷൻ നേരത്തെ ഉള്ളതാണിത്. ഇതിൽ ടെക്സ്റ്റ്, മ്യൂസിക്, വോയിസ്, ക്യാമറ, ഇത് ഈ 4 ഓപ്ഷൻ നേരത്തെ ഉള്ളതാണ്. പക്ഷേ ലേ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയൊരു ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മൾ ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളും ഫോട്ടോ കൂടുതൽ കൊടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന സുഹൃത്തുക്കൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ആവശ്യം കേട്ടോ. ഈ ലേ ഔട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം അപ്പോൾ നമ്മൾ ഗാലറി വീണ്ടും ഓപ്പൺ ആവുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് 6 ഫോട്ടോ നമ്മുടെ ഇത് സാധാരണ ഈ അപ്ഡേറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഫോട്ടോകളൊക്കെ സ്റ്റാറ്റസായിട്ട് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരമാവുന്നത്. നമുക്കിതിൽ 6 ഫോട്ടോ നമുക്കിതുപോലെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ 6 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യും പോലെ സെലക്ട് ചെയ്യാം. അതുപോയിട്ട് നമുക്ക് ക്യാമറ ഈ റീസൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കണ്ടോ ഈ 6 ഫോട്ടോയും ഇതേ കണക്കിന് വന്നത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോയിട്ട് താഴെ നമുക്ക് അതിൻ്റെ സിമ്പിൾ കൊടുത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് നോക്കി നമുക്കിത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേ രീതിയിൽ കൊടുക്കാം, ഇതുപോലെ കൊടുക്കാം, ഇതുപോലെ ഏത് രീതിയിലും നമുക്ക് കൊടുക്കാം. അതുപോയിട്ട് ഓരോ ഫോട്ടോ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി ഇതുപോലെ സ്ഥലം മാറ്റി കൊണ്ടുവന്ന് കൊടുക്കാം. ഇതാണ്ടോ, ഇതുപോലെ കൊണ്ട് കൊടുക്കാം. അതിനു വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഈ ഡൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് മ്യൂസിക് ആഡ് ചെയ്യാവുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വാട്സപ്പിലുള്ള മ്യൂസിക്കുകൾ ഇതുപോലെ ഓപ്പണായി വരും. നമുക്കത് ആഡ് ചെയ്യാം. അത് പോയിട്ട് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അത് പോയിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ സെൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ അപ്ഡേറ്റ് മിക്കവാറും എല്ലാ ഫോണുകളിലും എല്ലാ വാട്സപ്പിലും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോണിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.